ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് 18+ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തമിഴ് ഡബ്ഡാണ്, ഒന്ന് തെലുങ്ക് മൂവിയാണ്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. നമുക്ക് ത്രില്ലർ മൂവീസ് കൂടിയാണ് കേട്ടോ. ഒന്ന് ഹൊറർ ത്രില്ലറാണ്, ഒന്ന് പിന്നെ എന്താ പറയുക ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു പിന്നെ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് ദക്ഷിണ എന്നാണ്. സായി ധൻഷികയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് ടൈറ്റിൽ റോൾ വന്നിട്ടുള്ളത് സായി ധൻഷികയാണ്. പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത് തുളസിറാം ഓഷോ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സീരിയൽ കില്ലർ പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ചിട്ട് ഈ പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നതും കൊന്നതിന് ശേഷം തലയറുത്ത് കഴിഞ്ഞിട്ട് അവിടെ ചോദ്യചിഹ്നം, ഒരു ബ്ലഡ് കൊണ്ട് ചോദ്യചിഹ്നം വെക്കും, പക്ഷെ തല കാണില്ല. ആ രീതിയിൽ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ, അത് അന്വേഷിക്കാൻ വരുന്ന നായിക. അതാണ് സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. അതിൽ നായികയെ അന്വേഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ കൂടി അതിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സിനിമയിൽ നായികയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ക എന്താ പറയുക റൂഡായിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ ഈ സിഗരറ്റ് പിടിച്ചുകൊണ്ടുള്ള സംഭവം ഒരു കുറച്ച് ബോറായി തോന്നി എനിക്ക്. 18+ മൂവിയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി ഇതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സീരിയൽ കില്ലർ ആരാണെന്നുള്ളത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് നമ്മളെ. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ്. സീരിയൽ കില്ലറും നായികയും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ് ഈ സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു 18+ മൂവിയാണ്. അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയുണ്ട്. പിന്നെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തെലുങ്ക് സിനിമയാണ്. മലയാളം സബ്ടൈറ്റിൽ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ നായികയ്ക്ക് ഒരു വിഗ് കൊടുത്തിട്ടുണ്ട്, അതും കുറച്ചൊരു ബോറായി തോന്നി. പിന്നെ ബാക്കിയെല്ലാം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. സ്റ്റോറി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഥ മേക്ക് ചെയ്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ദക്ഷിണ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഫാമിലിയായിട്ട് കാണാതിരിക്കുക, ഒരു തവണ കാണാനുള്ള സംഭവങ്ങളും കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം രണ്ടാമത്തെ സിനിമയാണ് നോക്കാം. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പറയുന്ന തെലുങ്ക് സിനിമയാണ്. അപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഒഡേല 2 എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ തമന്ന പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഒഡേല റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള തെലുങ്ക് സിനിമ, അത് തമിഴിൽ സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഒഡേല 2 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ പിന്നെ ഈ ആരാണോ കൊലയാളി ആ കൊലയാളിയുടെ തലയറുത്ത് കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ് പാർട്ടിൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ കൊലയാളി, അതായത് ആ ഒരു കൊലയാളി, എല്ലാവരെയും കൊലയാളി ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത് ആ ഒരു കൊലയാളി എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൊലയാളിയുടെ പ്രേതം ആണ് ഈ ഒരു സിനിമയിൽ ഒഡേല 2 വരുന്നത്. ആ ഒരു കൊലയാളിയുടെ പ്രേതമാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അതായത് സെയിം സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ക്രൈം ത്രില്ലർ എന്നുള്ളത് ഹൊറർ ത്രില്ലറിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തളയ്ക്കാൻ വരുന്ന നമ്മുടെ തമന്നയുടെ കഥാപാത്രം, ശിവഭക്തി ആയിട്ടുള്ള തമന്നയുടെ കഥാപാത്രമാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസുകളായിരുന്നു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആ പിന്നെ വില്ലനായിട്ട് വന്ന ആ ഒരു പിന്നെ നായകൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ വസിഷ്ഠ എൻ സിംഹ എന്നാണ് പിന്നെ ആ ഒരു വില്ലൻ്റെ പേര് വരുന്നത്. അപ്പോൾ തമന്ന പാട്ടിയും ഇവരാണ്, ഈ ഒരു നായകനാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ട് കാണേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് പാർട്ടിൽ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ റീക്യാപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കഥയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ കൂടുതലും രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയെക്കാട്ടും. ഒരു ലൈറ്റ് വേഷൻ അരുന്ധതി സിനിമ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ അനുഷ്ക ഷെട്ടിയുടെ. അപ്പോൾ ആ ഒരു ലൈറ്റ് വേഷൻ അരുന്ധതിയൊക്കെ ആക്കാൻ ശ്രമിച്ചതാണ് തമന്നയെ കൊണ്ടുവന്നിട്ട്. പക്ഷെ തമന്ന കിട്ടിയ റോള് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലനായിട്ട് അഭിനയിച്ച വസിഷ്ഠ എൻ സിംഹയും കിടിലനായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. നമുക്ക് അവരോട് ഒരു വെറുപ്പ് തോന്നണം, ആ രീതിയിൽ അവർ ആ ഒരു റോള് കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലന് വേണ്ടി എഴുതിയ വിധം എന്നുള്ളത് വളരെ
ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഒരു വില്ലൻ കഥാപാത്രം എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ശക്തമായ കഥാപാത്രം ഇപ്പുറത്തും വരേണ്ടിയിരുന്നുള്ളതാണ്. പക്ഷെ തമന്നയുടെ കഥാപാത്രത്തെ നമ്മളിങ്ങനെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനം ഒന്നുമില്ലാത്ത രീതിയിലായി പോയതുപോലെ തോന്നി സിനിമയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ട സമയത്ത്. എന്തായാലും ഇപ്പോൾ മലയാളം ഡബ്ഡ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കേട്ടോ കണ്ടത്. മലയാളം ഡബ്ഡ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കാം. പിന്നെ ജസ്റ്റ് വാച്ചബിൾ, ജസ്റ്റ് കാണാം, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല. അവസാനം ഒഡേല 3 ഒരു 3ാം ഭാഗത്തിനുള്ള ഒരു വെറുതെ ഒരു ഹിൻഡിട്ടൊക്കെയാണ് സിനിമ നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. 18+ മൂവി കൂടിയാണ്, അത് ശ്രദ്ധിക്കുക. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയല്ല, ഒരു 18+ മൂവി കൂടിയാണ്. അതുപോലെ കുറേ രംഗങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനൊന്നും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അറിയാവുന്ന ആവശ്യമില്ലായിരുന്നു. എന്തായാലും കണ്ടു അവർ ചെയ്തിട്ടുണ്ട്. 18+ മൂവി എന്നുള്ള രീതിയിൽ ലെവലിൽ വരുന്നതുകൊണ്ടായിരിക്കാം കുറച്ച് കൂടുതലായിട്ട് ചെയ്തത്. എന്നാലും കണ്ടു നോക്കാം. ഒഡേല 2, ദക്ഷിണെ ഒഡേല 2, ഈ 2 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.